മിയ മിയ ഉണ്ടോ ഇതിയല്ലേ ഇത് നമ്മളെ മിയ കുട്ടിട്ടോ. ഇങ്ങോട്ട് വാ, ഇവിടെ നിൽക്ക്, നമുക്ക് പറയാലോ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ എന്താ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്ന, കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളല്ലേ. അപ്പം നമുക്കിന്ന് കുക്കർ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. അതെ, മുന്നിൽ പറഞ്ഞതുപോലെ നമ്മളിന്ന് കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ട ചിക്കനും കുറച്ച് സാധനങ്ങളെല്ലാം നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങിച്ച്, ബാക്കി ലൊട്ടിലുടക്ക് സാധനങ്ങളെല്ലാം നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാൻ ചെയ്തത്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കാം. കാരണം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല തുടങ്ങിയ എല്ലാ മസാലകളും ഇട്ടിട്ട് ആവശ്യത്തിന് കട്ട തൈര് ഒഴിച്ചിട്ട് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കുക. ഈ ഉള്ളി മുറിക്കുന്ന വീഡിയോ പ്രത്യേകം പറഞ്ഞെടുപ്പിച്ചതല്ല കേട്ടോ, ആരും അങ്ങനെ സംശയിക്കാനൊന്നും പാടില്ല. പിന്നെ കുക്കറിൽ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും എടുത്തിട്ട് ചൂടാക്കി എടുക്കുക. അതിൽ നമ്മൾ കറുക, പട്ട, മറ്റേ ബേ ലീവ്സ്, ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ടൊന്ന് സെറ്റാകുമ്പോൾ നമ്മൾ നൈസായിട്ട് മുറിച്ച് വെച്ച ഉള്ളി അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഞാൻ പണ്ടേ ഒരു ഇളക്കൽ വിദഗ്ധ ആയതുകൊണ്ട് ഇതെല്ലാം സോ സിമ്പിളാണ്. ഉപ്പിട്ട് ഉള്ളി വഴറ്റിയാൽ വേഗം വഴറ്റി കിട്ടുമെന്ന് ആരോ പറയുന്ന കേട്ടിനി. ഉള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇതെല്ലാം കൂടിയിട്ട് അടിച്ചെടുത്ത സാധനമാണ്. നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാം. വല്ലാണ്ട് ഉള്ളിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ മിക്സ് ഇട്ട് കൊടുക്കാം. ആ മിക്സ് ഇട്ടിട്ട് ഉള്ളിയും ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൽ പിന്നെയും കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കൊറിയാൻഡർ പൗഡർ, അങ്ങനത്തെ കുറച്ച് മസാലകൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പ്രത്യേകം ഞാൻ വീണ്ടും എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ചിക്കൻ മിനിമം അരമണിക്കൂറെങ്കിലും വെക്കണം. മാക്സിമം ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം നല്ലോണം വഴറ്റി അതിൻ്റെ പച്ചമണെല്ലാം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിൽ മിക്സ് ചെയ്യുക. ചിക്കൻ ആ മസാലയായിട്ട് നല്ലോണം മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് അരി കഴുകിയെടുക്കാം. ഇവിടെ ഈ ബിരിയാണീൻ്റെ മണമുള്ള നല്ല റൈസൊന്നും കിട്ടിയിട്ടില്ല. ജീര റൈസാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇനി ഈ കുക്കറിലേക്ക് 1 കപ്പ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് നമ്മളെടുത്തത് 3 ഗ്ലാസ് വെള്ളമാണ്. നല്ല തിളച്ച വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ അതിലേക്ക് 1 പിടി മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ച അരിയും ഇട്ട് കൊടുത്തിട്ട് കുക്കർ അങ്ങ് മൂടി വെക്കുക. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് സാമഗ്രികളെല്ലാം ഇട്ടിട്ട് നമ്മൾ മറ്റൊരു വിസിൽ മാത്രം അടിഞ്ഞാൽ മതി. കുക്കറിൽ നമ്മൾ ബിരിയാണി റെഡിയായിരിക്കും. നമ്മൾ കുക്കിങ്ങിൻ്റെ പരമായിട്ടുള്ള നമ്മൾ അടുക്കളേൻ്റെ കോലം കാണാം. ഇതെല്ലാം എനിക്കുള്ള പണിയാണ് ഗൈസ്. അയ്യോ മിയ, എന്നെ ഹെൽപ്പ് ചെയ്യോ? വൃത്തിയാക്കാൻ ഹെൽപ്പ് ചെയ്യോ? ഒരു വിസിലിന് ശേഷം അപ്പട് പോയി തുറക്കാനൊന്നും നിൽക്കരുത്. നമ്മളതിൻ്റെ ആവി പോകുന്ന വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വേണം തുറക്കാൻ. തുറന്നതിന് ശേഷം നമ്മളെ കയ്യിലുള്ള നെയ്യ് ഒന്നുകൂടെ അതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മെല്ലെ ഒന്നും ഉടയാണ്ട് ഒന്നുള്ളിൽ നല്ല ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. സൂപ്പർ. Yeah,